ലോക അർബുദ ദിനത്തോടനുബന്ധിച്ച് മഞ്ഞുമൽ സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ക്യാൻസർ ബോധവൽക്കരണ ദിനം സംഘടിപ്പിച്ചു. ക്യാൻസറിനെ കുറിച്ചുള്ള അവബോധം ജനങ്ങളിൽ വളർത്തുന്നതിനായി സംഘടിപ്പിച്ച ക്യാൻസർ ബോധവൽക്കരണ പരിപാടികളുടെ ഉദ്ഘാടനം റിട്ടയർഡ് ജഡ്ജി ബി കെമാൽ പാഷ നിർവഹിച്ചു. ലോക അർബുദ ദിനത്തോടനുബന്ധിച്ച് ക്യാൻസറിനെ കുറിച്ചുള്ള അവബോധം ജനങ്ങളിൽ വളർത്തുന്നതിനായാണ് എല്ലാ വർഷവും ഫെബ്രുവരി 4 ലോക അർബുദ ദിനം ആചരിക്കുന്നത്. ക്യാൻസർ രോഗത്തിനെതിരെയുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിനും രോഗലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ചികിത്സ ഉറപ്പാക്കുന്നതിനും അതുവഴി ക്യാൻസർ ബാധിച്ചുള്ള മരണങ്ങൾ തടയുന്നതിനും വേണ്ടി അവബോധം സൃഷ്ടിക്കുകയാണ് മഞ്ഞുമൽ സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ ട്രസ്റ്റ്. ബോധവൽക്കരണ ചടങ്ങിന്റെ ഉദ്ഘാടനം റിട്ടയർഡ് ജഡ്ജി ബി കെമാൽ പാഷ നിർവഹിച്ചു. ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21, അതായത് 21-ാം അനുച്ഛേദത്തിൽ മുമ്പാണെങ്കിൽ ആഹാരം, പാർപ്പിടം, വസ്ത്രം എന്നുള്ളത് മാത്രമായിരുന്നുവെങ്കിൽ പിന്നീട് അതിനകത്ത് 2 കാര്യങ്ങളിലൂടെ കടന്നുകൂടി. ഒന്ന് ആരോഗ്യ സംരക്ഷണം, അതുപോലെ വിദ്യാഭ്യാസം. ഇതുപോലുള്ള ആശുപത്രികൾ ഈ 1887 തുടങ്ങിയ ഈ ആശുപത്രികൾ ഇന്നും ഇതുപോലെ നിലനിൽക്കുന്നു. അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു അറിയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം ജനങ്ങൾക്ക് അഫോർഡബിൾ കോസ്റ്റിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഒരു സ്ഥാപനമായിട്ട് ഇത് നമുക്ക് മനസ്സിലാക്കും. ഇത് CSR ഫണ്ടൊക്കെ കൊടുക്കേണ്ട ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്കാണ്. ഇതേ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റിനാണ് കൊടുക്കേണ്ടത്. കാരണം ഇത് ജനങ്ങളിലേക്ക് അത് എത്തും, അതാണ് വേണ്ടത്. അവർ രാഷ്ട്രീയം വളർത്താനാകരുത് ഈ പൊതുഫണ്ട് വിനിയോഗം ചെയ്യുന്നത്. ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണം, നമ്മുടെ ആളുകൾക്ക് വേണം. റവറന്റ് ലാൽജു പോളപ്പറമ്പിൽ OCD അധ്യക്ഷത വഹിച്ചു. ക്യാൻസർ രോഗികൾ പല രീതിയിലുണ്ട്. ആ വ്യത്യസ്തത മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ വ്യക്തിത്വത്തെ പരിഗണിച്ച് സമഗ്രമായിട്ടുള്ള ഒരു ചികിത്സ പ്രദാനം ചെയ്യുക. ഇതാണ് യുണൈറ്റഡ് ബൈ യൂണിറ്റ് എന്ന ആപ്തവാക്യത്തിന്റെ അന്തസ്സത. HOD ഓങ്കോളജി SJH ഡോക്ടർ തോമസ് വർഗീസ് ബോധവൽക്കരണ പ്രഭാഷണം നടത്തി. ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യേണ്ടത് നമ്മൾ ചെറിയ പ്രായം മുതലേ ആയിരിക്കണം. കാരണം പല അസുഖങ്ങളും ഇന്ന് പ്രായമുള്ളവർക്ക് വന്നുകൊണ്ടിരുന്ന അസുഖങ്ങൾ ഇന്ന് ചെറുപ്പക്കാരിൽ വളരെ പോപ്പുലറായി കഴിഞ്ഞു. ഇപ്പോൾ യങ് ഏജിൽ അസുഖം വരുന്നവർക്കുള്ള വിഷയങ്ങൾ പ്രായമുള്ളവർക്ക് വരുന്ന പോലെയല്ല. അപ്പോൾ ഇന്നത്തെ ടീം തന്നെ യുണൈറ്റഡ് ബൈ യുണീക്ക്. ഓരോ വ്യക്തികളും ദൈവം സൃഷ്ടിച്ചു വിട്ടിരിക്കുന്ന ഓരോ രീതിയിലാണ്. അപ്പോൾ അവരുടെ മാനസികവും ശാരീരികവും അസുഖപരമായിട്ടുള്ള പ്രത്യേകതകൾ വെച്ചുകൊണ്ട് നമ്മൾ ചികിത്സിക്കുമ്പോഴാണ് ഏറ്റവും മികച്ച സർവൈവൽ, ഏറ്റവും മികച്ച ക്വാളിറ്റി ഓഫ് ലൈഫ് കിട്ടുന്നത്. മെഡിക്കൽ സൂപ്രണ്ട് SJH ഡോക്ടർ MN വെങ്കിടേശ്വരൻ ക്യാൻസറിന്റെ സാമൂഹിക ആഘാതത്തെക്കുറിച്ച് ബോധവൽക്കരണ ചടങ്ങിൽ വ്യക്തമാക്കി. അസിസ്റ്റന്റ് ഡയറക്ടർ SJH റവറന്റ് ജിൻസൺ റോഡ്രിഗസ് OCD, IMA പ്രസിഡന്റ് ഡോക്ടർ ജേക്കബ് എബ്രഹാം, മലയാള മനോരമ അസിസ്റ്റന്റ് എഡിറ്റർ വർഗീസ് C തോമസ്, സിനി ആർട്ടിസ്റ്റ് ബൈജു ജോസ്, നഴ്സിംഗ് സൂപ്രണ്ട് SJH സംഗീത ഫ്രാൻസിസ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഇന്ന് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ സംസ്ഥാനം ഗവൺമെന്റ് സെക്ടറിലായാലും പ്രൈവറ്റ് സെക്ടറിലായാലും പാലിയേറ്റീവ് കെയറിൽ നമ്മൾ വളരെയധികം മുന്നിട്ട് നിൽക്കുന്നു. സംഗീത സംവിധായകൻ സ്റ്റീഫൻ ദേവസിയുടെയും ക്യാൻസർ രോഗം അതിജീവിച്ച് ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയ എറണാകുളം സ്വദേശിനി രാജ്യത്തിന്റെയും ഗാനാലാപനങ്ങൾ വേദിയെ കൂടുതൽ ധന്യമാക്കി. തുടർന്ന് മൊമെന്റോ വിതരണവും ആശുപത്രി ടീമിന്റെ നേതൃത്വത്തിൽ സൂംബ ഡാൻസും ചടങ്ങിൽ അരങ്ങേറി. ഈ അസുഖം ഇതിന് ഏറ്റവും അധികം വേണ്ടത് ധൈര്യമാണ്. എനിക്കറിയില്ല, ഡോക്ടർമാർ വർഗീസ് ഡോക്ടറൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ധൈര്യം എന്ന് പറഞ്ഞ സാധനം, മെൻ്റൽ സ്ട്രെങ്ത് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ മരുന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ വീട്ടുകാരുടെ സപ്പോർട്ടും പിന്നെ അതിനെക്കാട്ടിലും കൂടുതൽ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റിയൊരു ഹോസ്പിറ്റലുണ്ടെങ്കിൽ ഈ അസുഖം മാറും, അത് ഉറപ്പാണ്. ന്യൂസ് ബ്യൂറോ, എറണാകുളം. 2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,